പ്രഗ്നൻസി ടൈമിൽ നമുക്ക് മിക്ക ആൾക്കാർക്കും വരുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. കഴുത്തിൽ കറുപ്പ്, മുഖം ഭയങ്കര ഡള്ളായിരിക്കാം, മുഖത്ത് കുരു വരിക, ഹെയർ ഫോൾ. ഇതൊന്നും അല്ലാതെ നമുക്ക് അവിടെ സ്ട്രെച്ച് മാർക്സ് വരാം. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ വേണ്ടി പോണ കുറച്ച്, അതായത് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പോണ കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. കംപ്ലീറ്റ്ലി നോൺ സ്പോൺസേർഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ട്രൂ ജെന്യൂൻ റിവ്യൂ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാളും മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മെയിൻ കൺസേൺ എൻ്റെത് വന്നിട്ട് എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ഹോൾ ടൈമിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മന്ത് തൊട്ടിട്ട് എനിക്കുണ്ടായിരുന്ന മെയിൻ പ്രശ്നമായിരുന്നു ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാന്നുള്ളത്. എക്സ്ട്രീം ഡ്രൈ ആയിരുന്നു. ആ ഡ്രൈനെസ് കാരണം ഞാൻ പല പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും എന്താണെന്നറിയത്തില്ല, എക്സ്ട്രാ പിഗ്മെൻറ്റേഷൻ വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, ഒരു ലൈഫ് സേവർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനേക്കാളും മുൻപ് തൊട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു ടൈമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റാണ് ഈ ഒരു ലെനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. ബേസിക്കലി എൻ്റെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. തൊലി എനിക്കെങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഭയങ്കര റഫായിരുന്നു. തൊലി പൊളിഞ്ഞു വരിക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി കല്ല് പോലെ ഇരിക്കുക. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു എൻ്റെ ലിപ്സ് ഉണ്ടായിരുന്നത്. അത് എങ്ങനത്തെ ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോലും കുറച്ച് കഴിയുമ്പോഴേലും ആ ഒരു രീതി തന്നെയായിരുന്നു ആവുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ ഒരുപാട് തവണ, ഒരു 2-3 തവണയായിട്ട്, ഇത് രാത്രി മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ്, പക്ഷേ ഞാൻ 2-3 തവണയ്ക്ക് ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് ചെയ്തപ്പോഴേലും എനിക്ക് നല്ല കുറവുണ്ടായി. എന്നാൽ പോലും കംപ്ലീറ്റ്ലി എന്താ പറയുക, ആ ഒരു ഡ്രൈനെസ് മാറി ഭയങ്കര സ്മൂത്ത് എന്ന് ഞാൻ പറയണില്ല. പക്ഷേങ്കിൽ എക്സ്ട്രീംലി ഇത് ഞാൻ മുൻപ് ഉപയോഗിക്കുമ്പോഴേലും, ഈ പ്രഗ്നൻസി ടൈമിൽ അല്ലാത്ത സമയത്ത് ഞാൻ ഉപയോഗിക്കുമ്പോഴേലും ഒറ്റ തവണ ഉപയോഗിച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ എക്സ്ട്രാ ടൈംസ് ഒന്നും യൂസ് ചെയ്യേണ്ട വരത്തില്ല. പക്ഷേങ്കിൽ മേ ബി ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. എക്സ്ട്രീം ഡ്രൈ ആയപ്പോഴും എന്നെ നന്നായിട്ട്, എൻ്റെ ആ ഒരു ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ലേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. ബേസിക്കലി ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. കുറച്ച് ഇതേപോലെ എടുക്കുക, ലിപ്സ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം കിടക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും. ഇല്ല ഞാൻ മേക്കപ്പ് ചെയ്യുവാണ്, ലിപ്സ്റ്റിക്കൊക്കെ ഇടുവാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടുക. ലിപ്സ്റ്റിക്ക് ഇടുന്നതിനേക്കാളും മുൻപായിട്ട് നിർബന്ധമായിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് സോഫ്റ്റായിട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഇടയ്ക്ക് വെച്ചിട്ട് കൂടിയതുപോലെ തോന്നിയിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള 2 പ്രോഡക്റ്റാണ് ഈ ഒരു വിഷ് കെയറിൻ്റെ ലിപ് ബാം. ഇതല്ലാതെ ഡെർമാക്കോയുടെ ഒരു കോജിക് ആസിഡ് ലിപ് ബാം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ ഈ തവണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷ് കെയറിൻ്റെ സെറമൈഡൊക്കെ അടങ്ങിയിരിക്കുന്ന ലിപ് ബാമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, കളർലെസ് ആയിട്ട് വന്നേക്കുന്ന ലിപ് ബാമാണ്. ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളൊക്കെ ഇടുന്നതിനേക്കാളും മുന്നേ ചുമ്മാ ഒന്ന് ഇതേപോലെ അപ്ലൈ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത ശേഷം വേണ്ടും. ഇല്ല ലിപ്സ്റ്റിക്കൊന്നും ഇടുന്നില്ല, ഒരു നാച്ചുറൽ ടിൻ്റാണ് വേണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് കളർ ടിൻറ്റ് ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും ലിപ്സിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ്. ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. നല്ല രീതിയിൽ സ്കിന്നല്ല ലിപ്സ് പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് SPF 50 ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. SPF 50 ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ സൺ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള ലിപ് ബാംസ് തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സാധനമാണിത്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ഞാൻ 2 എണ്ണം വാങ്ങിച്ചൊന്നും മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്, ടിൻറ്റഡ് വൺ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് അധികം നേരം ഇടേണ്ട വരത്തില്ല. ഇത് മാത്രം ഇട്ടിട്ട് ആക്കിയിട്ട് പോയാൽ മതി. സോ എൻ്റെ ലിപ്സിൻ്റെ മെയിൻ കൺസേൺ ഡ്രൈ ആവുക, അതൊന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ്സാണ് ഈ 3 പ്രോഡക്റ്റ്സ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തിങ് കഴിഞ്ഞു. ഇനി എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു സെക്കൻഡ് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഒരു ഭയങ്കരമായിട്ടുള്ള ഹെയർ ഫോൾ. അപ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ള രീതിയിൽ അറിയാണ്ടായപ്പോഴേ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിൽ അതിൻ്റെ എന്താ പറയുക ഇൻ്റർവെൽസ് കുറച്ചും കൂടെ അങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്ന 2 പ്രോഡക്റ്റ്സാണ്. ഫസ്റ്റ് വൺ നമ്മുടെ മിക്ക വീഡിയോസിലും ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് വന്നിട്ട് നിങ്ങൾ കുളിച്ചിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, കുളിക്കാതെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ്.
അതിങ്ങനെ ജസ്റ്റ് എടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതേപോലെ ഒരു സെക്ഷൻ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേണമെങ്കിൽ മസാജ് ചെയ്യാം. ഓൾ ഡൺ. ഇത് ഞാൻ എന്തായാലും ഡെയിലി ഒരു തവണ ഉപയോഗിക്കും. അതല്ലാതെ ഹെയർ സീറംസ് ഞാൻ മാറ്റി മാറ്റി ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് അങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിച്ചതിൽ ഈ ഒരു ടൈമിൽ എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ബെയർ അനാട്ടമിയുടെ ഈ ഒരു ഹെയർ സീറം. ഇതിനകത്ത് വന്നിട്ട് 3% റെഡൻസിൽ 4% അനാഗൈൻ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ആണ്. എൻ്റെ എന്താണ് ഇങ്ങനെ ഉടക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. കൺസിസ്റ്റൻസി ആണ്. നമുക്ക് ഇതേപോലെ ഹെയർ വാഷ് ചെയ്ത ഉടനെ തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ കിടക്കാൻ നേരത്തെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊരു മസാജൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അതായത് ഇത് അപ്ലൈ ചെയ്ത പാട് തന്നെ കിടക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. ആ ഒരു ഈർപ്പുണ്ടാവും, അതൊന്ന് സെറ്റിലായി ഒന്ന് ഡ്രൈ ആയ ശേഷം മാത്രമേ കിടക്കാൻ വേണ്ടി പാടുള്ളൂ. മിക്ക ആൾക്കാരും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴേലും നമുക്ക് കുറച്ചും കൂടി ഡാൻഡ്രഫ് വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് നമ്മൾ ചുമ്മാ ഹെയർ സീറംസ് അല്ലെങ്കിൽ ഇതേപോലത്തെ ഉള്ള ആപ്സ് ഗുഡ്നസിൻ്റെ ഹെയർ മിസ്റ്റ് കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തു, സമയമില്ല കിടക്കുവാന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചെറിയ രീതിയിൽ ഡാൻഡ്രഫ് ബിൽഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാത്രം കിടന്നുറങ്ങാം കേട്ടോ. അപ്പം ഇതും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പ്രഗ്നൻ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് ഇത്. സീരിയസ്ലി ഹെയർ ഫോൾ നന്നായിട്ട് കുറയ്ക്കും. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. സോ എൻ്റെ ലിപ്സിൻ്റെ പ്രശ്നവും അതിനുള്ള സൊല്യൂഷനും ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഹെയറിൻ്റെ പ്രശ്നവും അതിനുള്ള സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഓഫ് കോഴ്സ് ഹെയർ ഓയിലിംഗ് ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ട് അത്യാവശ്യം കുറേ ഓയിൽസ് മിക്സ് ചെയ്തിട്ടും ട്രൈ ചെയ്തിട്ടൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് സെക്ഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഇനി തേർഡ് പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ കഴുത്തിന് ചുറ്റും കറുപ്പ്, അവിടെ ഭയങ്കരമായിട്ട് മുട്ട് അല്ലെങ്കിൽ കൈമുട്ട് അങ്ങനെയുള്ള ഏരിയയിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് കറുത്ത് വരിക എന്നുള്ളതാണ്. ഈവൻ അണ്ടർ ആംസ് പോലും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഓയിൽസ് ആയിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ കേട്ടിട്ടുണ്ട് ക്യാരറ്റ് ഓയിൽ വർക്ക് ചെയ്യും, അതേപോലെ സാഫ്രോണൊക്കെ ഇട്ടിട്ടുള്ള ഓയിൽ വർക്ക് ചെയ്യുന്നുള്ളത്. ഇത് ഉണ്ടാക്കാനുള്ള സമയവും സാവകാശവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ആയുർവേദിക്കിൻ്റെ സ്കിൻ ലൈറ്റനിങ് ഓയിൽ കേട്ടോ. ഇതിൻ്റെ അകത്ത് സാഫ്രോൺ ഉണ്ട്, ടേമറിക് ഉണ്ട്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ്. പക്ഷേങ്കിൽ ഈ ചൂടായപ്പോഴേലും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. നമുക്ക് ഓയിൽസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ മെയിനായിട്ട് ഓയിലും കൊണ്ടുള്ള കളിയായിരിക്കും. ഫുള്ള് നമുക്ക് മേല് വേദന കാര്യങ്ങളൊക്കെ വരില്ല. അപ്പം ഓയിലൊക്കെ തേച്ച് കുറച്ച് നേരം വെക്കും. ആ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടിച്ചിരി കൂടത്തേ ഉള്ളൂ. അപ്പം ഞാൻ മാക്സിമം ഇപ്പം അതായത് എത്രത്തോളം ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ചിട്ട് ഒരു വീക്ക്ലി വൺസ് ട്വൈസ് അങ്ങനെ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ചൂടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പ്രഗ്നൻസി ടൈമിൽ അങ്ങനെയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റനിങ് ഓയിലിനെ പറ്റി പറയുവാണെങ്കിൽ ബേസിക്കലി ഇത് വന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കഴുത്തിന് ചുറ്റും കറുപ്പുണ്ട്, സപ്പോസ് ഫേസിൽ നമുക്ക് അവിടെ എവിടെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ലൊരു ഗ്ലോ വരുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റുള്ള കറുപ്പ്, കൈമുട്ടിലെ കറുപ്പ്, നമുക്ക് അണ്ടർ ആംസിൽ കറുപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോസ് ഇതും നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ അല്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റാണ് കേട്ടോ. ഇതും വന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ്, അൺഈവൻ സ്കിൻ ടോൺ, പിഗ്മെൻറ്റേഷൻ ആ സംഭവങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഓയിലാണ് കേട്ടോ. ഇനി നാലാമത്തെ മെയിൻ കൺസേൺ ആയിരുന്നു സ്ട്രെച്ച് മാർക്സ് എന്നുള്ളത്. സ്ട്രെച്ച് മാർക്സ് വന്നു കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രിക്കോഷൻസ് എടുക്കാന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി തന്നെ ഞാൻ എൻ്റെ അടുത്ത് രവീണയും അതേപോലെ തന്നെ കല്യാണ ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ബയോ ഓയിൽ ഞാൻ ട്രൈ ചെയ്തത് രവീണ പറഞ്ഞിട്ടായിരുന്നു. എവിടെയോ ഉണ്ട്, എവിടെയാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ പല വീഡിയോസും കണ്ടിട്ട് ഓരോരോ പ്രോഡക്റ്റ്സ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായി. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് വർക്ക് ചെയ്തതാണ് ഈ ഒരു ഓയിൽ. അതായത് ഓർഗാനിക് ഹാർവസ്റ്റിൻ്റെ കോക്കനട്ട് വെർജിൻ ഓയിലും അതേപോലെ തന്നെ വിഷ് കെയറിൻ്റെ ആൽമണ്ട് ഓയിലും, സ്വീറ്റ് ആൽമണ്ട്, കോൾഡ് പ്രസ്ഡ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഇതൊക്കെ എൻ്റെ സെക്കൻഡ് ഓർ തേർഡ് ബോട്ടിലാണ് കേട്ടോ. ആദ്യത്തെ ബോട്ടിലൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയും ഒരു ഈക്വൽ എമൗണ്ട് ഞാൻ ഒരു ബോട്ടിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് വെക്കും. മെയിനായിട്ട് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് വയറ്റിന് ചുറ്റും അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ കൈ, ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് നന്നായിട്ട് സ്ട്രെച്ച് മാർക്സ് വരും.
ഈ ഒരു എന്താ പറയുക, നമ്മുടെ കഴുത്ത് തൊട്ടിട്ട് നമ്മുടെ ഏകദേശം ഒരു വയറിൻ്റെ ആ ഒരു ഏരിയ വരയ്ക്കും നമുക്ക് എവിടെ വേണമെങ്കിലും സ്ട്രെച്ച് മാർക്സ് പറന്ന് പറഞ്ഞ് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതും രണ്ടും അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള ഓയിലാണ്, ഒരു ഭയങ്കര തിക്കായിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒലീവ് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. ഒലീവ് ഓയിൽ കുറച്ചും കൂടെ തിക്കാണ്, അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈ ചൂട് കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ഈ സംഭവങ്ങൾ രണ്ടും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഈ രണ്ട് സാധനങ്ങൾ, അതായത് വെർജിൻ കോക്കനട്ട് ഓയിലും നമ്മുടെ ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ നോർമലായിട്ട് ഇരിക്കുമ്പോൾ പോലും നമുക്ക് നല്ലതാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു ഗ്ലോസി ഹൈഡ്രേറ്റഡ് ഫീൽ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പം മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ചൂടാണ്, നമുക്ക് ഈ ഓയിൽസും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്ത് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇറിറ്റേഷനൊക്കെ വരുന്നു. ഇറിറ്റേഷൻ ഇൻ ദ സെൻസ് നമുക്ക് ചൂട് കൂടിയിട്ട് ഉഫ് എന്നുള്ളൊരു ഫീൽ വരത്തില്ലേ. ആ ഒരു കേസിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ് ഓർമയുടെ ഈ ഒരു ബംപ് ഹൈഡ്രേറ്റിംഗ് ക്രീം. ഇത് വന്നിട്ട് ബേസിക്കലി എന്താ പറയുക, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് ഒരു 2 തവണ ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. പക്ഷേ ഇത് വന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് 3 നേരമൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ എന്താ പറയുക, നമ്മുടെ സ്കിന്നൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നമുക്കൊരു ആ ഒരു ഈ ഓയിൽസ് പോലുള്ള ആ ഒരു ഹൈഡ്രേഷൻ കിട്ടത്തില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പം ഈ ചൂട് കാലത്ത് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാത്ത കാര്യമാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ആൻഡ് ഓർമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇത് അങ്ങനെയുള്ളൊരു ക്രീമാണ്, നമ്മളുടെ സ്ട്രെച്ച് മാർക്സ് കാര്യങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ്. അതേപോലെ തന്നെ ഈ ഒരു സാധനം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആൻഡ് ഫൈനലി ഞാൻ പറയുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്ന ഒരു കൺസേൺ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഏത് സ്കിൻ ടൈപ്പാണെന്ന് അറിയാത്ത രീതിയിൽ സ്കിന്ന് മാറി. ചില സമയം ഭയങ്കര ഓയിലി ആയിരിക്കും, ചില സമയം ഭയങ്കര ഡ്രൈ ആയിരിക്കും. പ്രത്യേകിച്ച് ക്ലൈമറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പല പല ക്രീംസും ട്രൈ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഒരു സേഫർ ഓപ്ഷൻ, എൻ്റെ ഫേസിന് എന്തെങ്കിലുമൊക്കെ ഒരു ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യുന്ന 2 ക്രീംസാണ് ഇത് രണ്ടും. ന്യൂട്രിഡമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനും ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആൻഡ് അക്വാലോജിക്കയുടെ ഈ ഒരു 5+ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസറും ഇതും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത് രണ്ടും അടിപൊളിയാണ്. ഇതല്ലാതെ ഇതിൻ്റെ പല വേരിയൻറ്റും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അക്വാലോജിക്കയുടെ ഒരുവിധം മോയ്സ്ചറൈസറൊക്കെ എനിക്ക് കാമിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു സാധനം ഇതും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഒന്ന് ഗ്ലോ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും പ്രോഡക്ട്സും ഇത്രയും പ്രശ്നങ്ങളായിരുന്നു ഇതുവരെയ്ക്കും ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയണ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ടോപ്പിക് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മാക്സിമം പെട്ടെന്ന് വരാൻ വേണ്ടി നോക്കാം. അപ്പം ബൈ.